ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബൊഗൈൻവില്ലയുടെ പൂവാണ്. ഇത് കുറേ പറിച്ച് ഇത് പൊഴിഞ്ഞ് പോയ പൂവാണ്. എല്ലാം മൂത്ത് പൊഴിഞ്ഞ് പോയത്, ഉണങ്ങി വേണം എടുക്കാൻ. അതുകൊണ്ട് നമുക്കൊരു കുറച്ച് പൂക്കളുണ്ടാക്കാം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പൊഴിഞ്ഞു പോയ പൂവെല്ലാം കൂടെ വാരി വെച്ചത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനു മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ വേറെ ഒരു മോഡലായിട്ട്. ഇതിന് നമുക്ക് കുറച്ച് പശ വേണം. പശ ഈർക്കിലിയോ കമ്പോ കമ്പിയോ എന്തെങ്കിലും സാധനം മതി. എല്ലാ വീട്ടിലും ഇങ്ങനെ ഈ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് വെറുതെ പൂവല്ലേ, അപ്പം നമ്മളിങ്ങനെ ഈ നല്ല വലിയ പൂവിൻ്റെ പറ്റുള്ളൂ കേട്ടോ. ഇതിനകത്തെ ഈ പൂവെല്ലാം ഇതിൻ്റെ ഈ കായെല്ലാം പറിച്ച് കളയണം. ഇത് സാവകാശം ശ്രദ്ധിച്ച് പറിക്കണം, ഇല്ലെങ്കിൽ അത് കീറിപ്പോവും. ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഇത് നമുക്ക് ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിതൊരു ഈർക്കിലിയാണേ. ഞാൻ ഒരു ഈർക്കിലി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പശ തൂത്തിട്ട്, ഈർക്കിലി പെയിൻ്റ് അടിക്കണമെന്നൊന്നുമില്ല, ഇതിങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ പിന്നെ കാണുമൊന്നുമില്ല. ഇതിൽ കുറച്ച് പശ ഇങ്ങനെ തൂത്തു. ഇത് അധികം കട്ടിയില്ലാത്തതുകൊണ്ട് ഫെവിക്കോളാണേലും മതി കേട്ടോ. എന്നിട്ട് ഈ 3 ഇതൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇതിങ്ങനെ ഇത് വെച്ച് കൊടുക്കും. ഈ കമ്പയിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇതേണ്ട, അതേപോലെ അടുത്തത് നമ്മൾ കാ കളഞ്ഞ് തന്നെ ഒട്ടിക്കണം, ഇല്ലെങ്കിൽ പിന്നെ കായ അവിടെ ഒട്ടാണ്ട് വരും. ഈർക്കിൽ കാണാത്ത വിധത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കാം. 3 എണ്ണം കൂടെ ഒട്ടിക്കുന്നത് എന്നാന്ന് വെച്ചാൽ 3 വശത്തുനിന്നും കൂടെ ആകുമ്പം കാണിയും. 3 വശത്തുനിന്നും കൂടെ ആകുമ്പം കാണിയല്ലോ, അതുകൊണ്ടാണ് ഇത് 3 എണ്ണം കൂടെ ഒരുമിച്ച് പിടിച്ച് ഒട്ടിക്കുന്നത്. അടുത്ത വീണ്ടും തേച്ച് കൊടുക്കുക, പൊട്ടിച്ചെടുക്കുക. ഇതൊരെണ്ണോടെ പൊട്ടിപ്പോയി, അപ്പോൾ നമുക്ക് ഒരെണ്ണം അവിടെ ഒട്ടിച്ച് വെക്കാം. മൂന്ന് വശത്തുനിന്ന് ഒട്ടിക്കുവാണെങ്കിൽ അത് കാണാതിരിക്കുള്ളൂ കമ്പി. കറക്റ്റായിട്ട് ഒട്ടണം കേട്ടോ. ഇച്ചിരി നേരം പിടിക്കണം. ഫെവിക്കോളായതുകൊണ്ട് ശകലം നേരം എവിടെയെങ്കിലും ഇച്ചിരി കുറവുണ്ടെങ്കിൽ ഒരു ശകലം തൂത്തൊന്നും കൂടെ അങ്ങ് ഒട്ടിച്ചേക്കുക. വേറൊരു രീതി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിങ്ങനെ വെറുതെ കിടക്കുന്ന പൂക്കളൊക്കെ ഇങ്ങനെ വെറുതെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് അലങ്കരിച്ച് വെക്കാം. നമ്മുടെ സമയം വെറുതെ പോവുകയില്ല. ഈ ചൂടുള്ള സമയത്ത് നമുക്കിപ്പോൾ പുറത്തേക്ക് പോയി വേറെ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ വെറുതെ പൈസ കൊടുത്ത് നമ്മുടെ വീട് അലങ്കരിക്കാൻ പൂക്കൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെയുള്ളതൊക്കെ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ
എവിടെയെങ്കിലും ഒട്ടാതെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഉണ്ടോ? ആദ്യം നമ്മൾ ഇതിനകത്തെ കുറച്ചൊന്ന് പറിച്ച് എടുത്ത് വെക്കണം. അപ്പം പിന്നെ വേഗം ഒട്ടിച്ചൊട്ടിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. ഇത് മൂന്നും കൂടെ നമ്മൾ ഒട്ടിക്കേണ്ട രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പശ അങ്ങ് തൂത്തേച്ച് കയറ്റി അങ്ങ് പിടിച്ചാൽ മതി. അപ്പോൾ കയ്യിലൊന്നും പശ ഒട്ടാണ്ട് കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വിട്ടു പോകുന്ന പൂവും കൂടെ കൂട്ടി അതിലോട്ട് ഒട്ടിക്കണം കേട്ടോ. നല്ല ചെളിയൊന്നും പറ്റാത്ത നല്ല പൂ വേണം പറക്കിയെടുക്കാൻ. എന്നാലേ നല്ല നിറത്തിൽ നല്ല പൂവായിട്ട് കിട്ടുള്ളൂ. നമുക്ക് വീട്ടിനുള്ളിലൊക്കെ വെക്കേണ്ടതല്ലേ. നന്നായിട്ട് വെള്ളമൊന്നും പറ്റാതെ ചെളിയൊന്നും പറ്റാത്ത പൂ വേണം എടുത്ത് വെക്കാൻ. ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചെടിയിൽ പൂവെല്ലാം പൊഴിയുന്ന നല്ല പൂവൊക്കെ പെറുക്കി വെക്കും. പെറുക്കി വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചീത്തയായിപ്പോവും. ഞാൻ പല വീട്ടിലും ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പൂ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇതെന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് പ്ലാസ്റ്റിക് അല്ലേ, എന്നാൽ പിന്നെ പ്ലാസ്റ്റിക് അല്ലാത്തൊരു പൂ എങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തോന്നിയതാണ്. അപ്പോൾ ഓർത്തു നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് അങ്ങനെ വിചാരിച്ച് അതങ്ങനെ ചെയ്തെടുത്തതാണ്.
ഇതുപോലെ ഉള്ള പൂക്കളൊക്കെ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ഇഷ്ടം താല്പര്യമൊക്കെ ഉള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക. ക്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും ശ്രദ്ധിക്കും, എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ച് നോക്കുവേ. അപ്പം നമുക്ക് അറിയത്തില്ലാത്തൊക്കെ കുറേ അങ്ങനെ പിടികിട്ടും, ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കുമ്പോൾ. ഇത് ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. ഇത് ഞാൻ വെറുതെ ഒന്നും എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പൂ ഫുള്ള് എത്തിയേ. ചെറിയ സമയം മതി ഇതിന്, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത്ര സമയം കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേറെ കളറിലുള്ളത് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഇതിലേലും കുത്തിയൊക്കെ വെക്കുവാണെങ്കിലും ഒരേ കളറല്ലല്ലോ, കുറേ സൈസ് കളറൊക്കെ ഉള്ള ചെടിയൊക്കെ ഉണ്ടല്ലോ. എല്ലാ കളറും പറക്കിയെടുക്കുക, എന്നിട്ട് പൊട്ടിച്ച് നോക്കുക. ഒരു പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ കളറിൽ പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും പൈസ കൊടുത്ത് മേടിച്ച് വെക്കുന്ന പോലത്തെ തന്നെ ഉണ്ടാവും. നമുക്കൊരു ഗ്ലാസ്സിലേക്ക്, ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്കൊന്ന് കുത്തി ഇറക്കി വെച്ച് നോക്കാം. തൽക്കാലം ഞാനിതിനകത്ത് ഇച്ചിരി മണലിട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ, എന്ത് രസമാണ് നോക്കി, നല്ല ഭംഗിക്ക്. ഇതാ ചെറും പോയി കിടന്ന പൂവാണ്. ഇനിയുണ്ട്, കുറേ ഉണ്ട്. സമയമുള്ളപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെക്കും. വേറൊരു മോഡൽ പൂവാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ബൈ, ടാറ്റ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.